ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം നടത്തുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG പ്ലാന്റിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള, അതായത് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതോടുകൂടി തന്നെ ഗൾഫ് രാജ്യങ്ങൾ വലിയ രീതിയിൽ ഭയപ്പാടും അങ്കലാപ്പും അവരിൽ പ്രതിഫലിക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നു. പെരുന്നാളിന് ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. വീണ്ടും ഇറാൻ ആകട്ടെ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചതുകൊണ്ട് തന്നെ അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. എന്നാൽ ഇറാനെതിരെ പോരാടാൻ എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഒറ്റക്കെട്ടായി തന്നെ ഒന്നിച്ച് പോരാടുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാൻ വിചാരിക്കുന്നതിലും മാരകമായ തിരിച്ചടി അവർക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഇതിലൂടെ സൂചനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഖത്തറിലെ LNG പ്ലാന്റിൽ നടന്ന വ്യോമാക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് പുലർച്ചെ റാസ് എലഫനിൽ ഉണ്ടായ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി തന്നെയാണ് ഖത്തർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ഈ ആക്രമണത്തെയും ഖത്തർ ശക്തമായി തന്നെ അപലപിച്ചു. അതേപോലെ തന്നെ സൈറ്റിലെ ഒന്നിലധികം LNG സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അതിന്റെ ഫലമായി തന്നെ വലിയ തീപിടുത്തങ്ങളും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായതായി തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ ഭീമനായ ഖത്തർ എനർജി അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി സൗകര്യമുള്ള റാസ് എൽ അത് വ്യാവസായിക നഗരത്തെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ആഗോള ഊർജ വിതരണ ശൃംഖലകൾക്ക് വൻ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. അതേപോലെ തന്നെ ആഗോള വിപണിയിലേക്ക് പ്രകൃതിവാതകം വിതരണം ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഖത്തർ. സംഘർഷം മൂലം നേരത്തെ തന്നെ ഉൽപാദനം നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാൽ പോലും ഏറ്റവും പുതിയ നാശനഷ്ടം വിതരണം പുനരാരംഭിക്കുന്നതിന് കൂടുതൽ വൈകിപ്പിക്കും എന്നതാണ് വ്യക്തമാകുന്നത്. യുദ്ധം അവസാനിച്ചാൽ പോലും ആഗോള ഊർജ വിലയെയും ലഭ്യതയും കാര്യമായി തന്നെ ഇത് ബാധിക്കുമെന്നും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഖത്തറിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. അതേസമയം ഇറാനെതിരെ ഒറ്റക്കെട്ടായി തന്നെ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. മേഖലയിലെ സമാധാനം തകർക്കുന്ന രീതിയിൽ സായുധ സംഘങ്ങൾക്ക് ആയുധവും ഫണ്ടും നൽകുന്നത് ഇറാൻ ഇവിടെ അടിയന്തരമായി തന്നെ അവസാനിപ്പിക്കണമെന്നതാണ് 12 ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനാകട്ടെ ഫെബ്രുവരി 28 മുതൽ തന്നെ ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം നടത്തിയിട്ടും അത് പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു നീക്കത്തിനും ഗൾഫ് രാജ്യങ്ങൾ മുതിർന്നിട്ടില്ല. എന്നാൽ പോലും ഇനി കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചൊരു തിരിച്ചടിക്ക് മുതിർന്നാൽ അത് ഇറാൻ ഒരിക്കലും താങ്ങാൻ സാധിക്കുന്ന ഒന്നായി തന്നെ മാറുകയും ചെയ്യില്ല. അതേപോലെ റിഫൈനറികൾക്കും എണ്ണപ്പാടകൾക്കും നേരെ ആക്രമണം നടത്തിയാൽ അത് ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്നും ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നത് തന്നെയാണ് സൗദി അറേബ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.